ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 90s കിഡ്സിലായിരിക്കും. നമ്മളൊരു ചെറുപ്പമൊക്കെ ഓർമ്മയില്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൈസ ഒക്കെ ചോദിക്കും. മുട്ടായിയൊക്കെ വാങ്ങാൻ ₹1, ₹2 ഒക്കെ ചോദിക്കും. ആ ഒരു സമയത്ത് ഈ പൈസ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഐസും കാര്യങ്ങളൊക്കെ പോയി ഒരുമിച്ച് ചങ്ങായിമാരായിട്ട് സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് വാങ്ങിച്ച് കഴിക്കും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പോക്കറ്റ് മണി വേണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു സമയം. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്നൊന്നും ചോദിച്ചാൽ അധികം പൈസയൊന്നും കിട്ടില്ല. നമുക്ക് ആകെയുള്ള ആ ഒരു മുട്ടായി വാങ്ങേണ്ട പൈസ അല്ല ബസ്സിൻ്റെ പൈസയൊക്കെ കിട്ടും വീട്ടിൽ നിന്ന്. ബാക്കിയുള്ള ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പോവുക. ആ ഒരു സമയത്ത് നമ്മൾ പാർട്ട് ടൈം പണിയൊക്കെ അന്വേഷിക്കുമ്പോൾ ബാലവേലയാന്ന്, കുട്ടികൾക്ക് പണിയൊന്നും കിട്ടില്ല എന്ന് കുറേ ആൾക്കാർ പറയും. ചില ആളുകൾ സഹായിക്കാന്നുള്ള രീതിയിൽ നമുക്ക് കാറ്ററിംഗ് പണിയോ അല്ലെങ്കിൽ പത്തിടാൻ പോക്കോ കടകളിലൊക്കെ നിൽക്കുന്ന പണിയൊക്കെ ആയിരിക്കും. ആ സമയത്ത് അവർ നമ്മളെ സഹായിക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ മുതലെടുക്കുകയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്നും ഇല്ലാത്തൊരു സമയം, നമുക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തൊരു സമയം, പെട്ടെന്ന് ഒരാൾ പറയുന്നത് പണി തരാൻ പറ്റുക അവരുടെ കാരണമല്ലേ ശരിക്കും. അതല്ല നമ്മളൊരു ബിഗിനിങ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്തല്ലേ നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളെ കാണുന്നത് ഒക്കെ. അപ്പോൾ ശരിക്കും അത്തരക്കാരെ ഈ ഒരു സമയം വളരെ ഓർത്തെടുക്കാൻ ഒരു തോന്നൽ വരാൻ കാരണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് സമയങ്ങളുണ്ടാവില്ല. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് അതില്ല ഇതില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക, നമ്മളെ വന്ന വഴി നമ്മൾ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ സഹായിച്ച ആളെ ഒന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലോ.